Next problem. Solve the system u is equal to x minus y and v is equal to 2x plus y for x and y in terms of u and v. Then find the value of the Jacobian of uv എന്ന് പറയും. ഓക്കെ, അപ്പം എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കണേ? നമുക്ക് u is equal to x minus y എന്നും v is equal to 2x plus y എന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അതിനെ നമ്മൾ യുവിൻ്റെയും വിൻ്റെയും ടേംസിലേക്ക് റെപ്രസെൻ്റ് ചെയ്ത് എക്സിനെയും വൈനെയും യുവിൻ്റെയും വിൻ്റെയും ടേംസിലോട്ട് റെപ്രസെൻ്റ് ചെയ്ത് ജാക്കോബിയൻ ഓഫ് യു ആൻഡ് വി കണ്ടുപിടിക്കാനാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാനും പിന്നെ നമ്മളോട് ജാക്കോബിയൻ ഓഫ് യു വി എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു സബ് പാർട്ട് കൂടി ഉണ്ട്. ഫൈൻഡ് ദ ഇമേജ് under the transformation u is equal to x minus y and v is equal to 2x plus y of the triangular region with the vertices 0, 0, 1, 1 and 1 minus 2 in the xy plane and sketch the transformed region in the uv plane എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്കിവിടെ തന്നിട്ടുള്ളത് നമുക്ക് ആദ്യം ഫസ്റ്റത്തെ പാർട്ട് ചെയ്യാം. ആദ്യം എക്സിനെയും വൈനെയും ഇൻ ടേംസ് ഓഫ് യു ആൻഡ് വി എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ യു is equal to എക്സ് മൈനസ് വൈയും വി is equal to 2x plus y ഉണ്ട്. സോ ഞാൻ ഈ രണ്ട് ഇക്വേഷനും കൂടി ആഡ് ചെയ്യാണ്. സോ യു പ്ലസ് വി ചെയ്യാണ്. യു പ്ലസ് വി is equal to നമുക്ക് എന്ത് വരും? എക്സ് മൈനസ് വൈ പ്ലസ് 2x പ്ലസ് വൈ എന്ന് വരും അല്ലേ. ഇപ്പോൾ വൈയും മൈനസ് വൈ കൂടി ക്യാൻസൽ ചെയ്ത് പോകും. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 3x എന്ന് വരും അല്ലേ. ഇപ്പോൾ യു പ്ലസ് വി ഇസ് ഈക്വൽ ടു 3x. ഇതിൽ നിന്ന് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു യു പ്ലസ് വി എന്ന് എഴുതാം അല്ലേ. അതായത് ഈ ഒരു 3നെ ഇങ്ങോട്ട് കൊടുന്നു. സോ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു യു പ്ലസ് വി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിനെ ഇൻ ടേംസ് ഓഫ് എന്തിൽ എഴുതി? യുൻ്റെയും വിൻ്റെയും ടേംസിൽ നമ്മൾ എഴുതി. ഇനി നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു യു പ്ലസ് വി എന്നായിരുന്നു നമ്മുടെ കയ്യിലുള്ളത്. ഇനി നമുക്ക് വൈ കൂടിയും കണ്ടുപിടിക്കണം. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമ്മൾ വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് മൈനസ് യു എന്ന് എഴുതാൻ പറ്റും അല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു നമ്മളിവിടെ എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്? 1/3 ഇൻറ്റു യു പ്ലസ് വി. അപ്പം ഞാൻ അതിനെ ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് എഴുതുന്നത്. 1/3 ഇൻറ്റു യു പ്ലസ് 1/3 ഇൻറ്റു വി മൈനസ് യു എന്ന് വരുന്നു. ഓക്കെ, ഇച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? യുവിൻ്റെ ടേംസ് ഒരുമിച്ചെടുത്തത്. അപ്പോൾ 1/3 മൈനസ് 1 ഇൻറ്റു യു പ്ലസ് 1/3 എന്ന് വരും. സോ 1/3 ഇവിടെ ഒരു വി ഉണ്ട്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് 1/3 മൈനസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ വരിക? അതായത് മൈനസ് 2/3 യു പ്ലസ് 1/3 വി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? വൈ ഇസ് ഈക്വൽ ടു മൈനസ് 2/3 യു പ്ലസ് 1/3 വി എന്ന് കിട്ടി. രണ്ടിലൊരു 1/3 കോമൺ ആണ്. ടേംസ് ഒന്നുകൂടി ഞാൻ അറേഞ്ച് ചെയ്തിട്ടാണ് ഇതിന് 1/3 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വി മൈനസ് 2u എന്ന് നമുക്ക് എഴുതാം. സോ വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 1/3 ഇൻറ്റു വി മൈനസ് 2u എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇത് നമ്മുടെ ശരിക്കും +2 മാത്സ് മാത്രമേ ഉള്ളൂ. യുവിന് അതായത് നമുക്ക് യു ഇസ് ഈക്വൽ ടു തന്നിട്ടുണ്ടായിരുന്നു, വി ഇസ് ഈക്വൽ ടു തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് എക്സിനെയും വൈനെയും നമ്മൾ എന്ത് എഴുതി? ഇൻ ടേംസ് ഓഫ് യു ആൻഡ് വി എന്ന് എഴുതി. ഓക്കെ, എത്ര ഉണ്ടായിരുന്നല്ലോ? 2 നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ജാക്കോബിയൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ജാക്കോബിയൻ ഓഫ് യു വി ഈസ് ഈക്വൽ ടു ആദ്യം ഡെഫിനേഷൻ ഓർത്ത് വയ്ക്കുക. ജാക്കോബിയൻ ഓഫ് യു വി ഈസ് ഈക്വൽ ടു ഡോ എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ ഡോ ഓഫ് യു കോമ വി എന്ന് പറയുന്നത് അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡിറ്റർമിനൻ്റ് ഓഫ് ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ യു, ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ വൈ ആൻഡ് ഡോ വൈ ഡിവൈഡഡ് ബൈ ഡോ യു ആൻഡ് ഡോ വൈ ഡിവൈഡഡ് ബൈ ഡോ വി എന്ന്. ഇനി നമ്മളിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. ദെൻ മൈനസ് തിരിച്ച് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ എന്ത് ചെയ്യണത്? ജാക്കോബിയൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്ന് കണ്ടുപിടിക്കണം അല്ലേ. ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ യു കണ്ടുപിടിക്കണം. അതായത് എക്സിനെ വിത്ത് റെസ്പെക്ട് യുയിലും എക്സിനെ വിത്ത് റെസ്പെക്ട് വിയിലും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. വൈനെ വിത്ത് റെസ്പെക്ട് വിയിലും വൈനെ വിത്ത് റെസ്പെക്ട് യുയിലും നമുക്ക് എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തായിരുന്നു? എക്സ് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു യു പ്ലസ് വി. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു യു പ്ലസ് വി എന്നായിരുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു വേണമെങ്കിൽ 1/3 യു പ്ലസ്
1/3 ബി എന്ന് എഴുതാം. ഇനി ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ യു, ഇതിന് വിത്ത് റെസ്പെക്ട് യുവിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് വരാം, ഇവിടെ യുവിൽ ഈ ഒരു ടേം നമ്മൾ കൺസിഡർ ചെയ്യണോ വേണ്ട, നമ്മൾ യുവിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1/3 എന്ന് കിട്ടും അല്ലേ. ഇനി അതേമാതിരി തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ വി കണ്ടുപിടിക്കുക ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടേമിനെ കൺസിഡർ ചെയ്യേണ്ട, ഈ ഒരു ടേമിനെ മാത്രമേ കൺസിഡർ ചെയ്യണ്ട. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 1/3 എന്ന് കിട്ടും. ഓക്കെ, ഇതേമാതിരി നമുക്ക് y ഈസ് ഈക്വൽ ടു എന്തായിരുന്നു, y ഈസ് ഈക്വൽ ടു 1/3 ബി മൈനസ് 2u എന്ന് പറയും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇനി നമുക്ക് ഡോ വൈ ഡിവൈഡഡ് ബൈ ഡോ യു നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു -2/3 എന്ന് കിട്ടും. അതേമാതിരി തന്നെ ഡോ വൈ ഡിവൈഡഡ് ബൈ ഡോ വി ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 1/3 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടിയില്ലേ, ഓരോ പാർഷ്യൽ ഡെറിവേറ്റീവ്സും കിട്ടി. ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ യു ഇസ് ഈക്വൽ ടു 1/3 ആൻഡ് ഡോ എക്സ് ഡിവൈഡഡ് ബൈ ഡോ വി ഇസ് ഈക്വൽ ടു 1/3 ആൻഡ് ഡോ വൈ ഡിവൈഡഡ് ബൈ ഡോ യു ഇസ് ഈക്വൽ ടു -2/3 ആൻഡ് ഡോ വൈ ഡിവൈഡഡ് ബൈ ഡോ വി ഇസ് ഈക്വൽ ടു 1/3. ഇനി ഈ വാല്യൂസ് ഒക്കെ നമ്മൾ എവിടെ കൊടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, ഈ ഒരു ഇക്വേഷനിൽ കൊടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് എന്തൊരു 1/3 ഇൻറ്റു 1/3 -2/3 ഇൻറ്റു 1/3 എന്ന് വരും. സോ 1/3 ഇൻറ്റു 1/3 ചെയ്യുമ്പോൾ നമുക്ക് 1/9 മൈനസ് മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ഡിവൈഡഡ് ബൈ 2/9 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 3/9. 3/9 എന്ന് പറയുമ്പോൾ ഒരു 3 കോമൺ ആണ്, 3 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1/3 എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് കിട്ടി, ജാക്കോബിയൻ ഓഫ് യു വി ഇസ് ഈക്വൽ ടു 1/3 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മളോട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഫൈൻഡ് ദ ഇമേജ് അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ. അതായത് u is equal to x minus y and v is equal to 2x plus y എന്ന് പറയുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ നമുക്കൊരു ട്രയാങ്കുലർ റീജിയൻ വിത്ത് വെർട്ടിസസ് തന്നിട്ടുണ്ട്, 0 0 1 1 1, -2 എന്ന് പറഞ്ഞു ഇത് എക്സ് വൈ പ്ലെയിനിൽ. അപ്പം നമ്മളോട് ട്രാൻസ്ഫോംഡ് റീജിയൻ, ഇപ്പം നമ്മുടെ ഒരു ഗിവൺ റീജിയൻ ഉണ്ടായിരുന്നു, എക്സ് വൈ പ്ലെയിനിലുള്ള റീജിയനെ നമ്മൾ യു വി പ്ലെയിനിലോട്ട് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ട് വരയ്ക്കുന്നത് എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് തന്ന വെർട്ടിസസ് ഏതൊക്കെയാണ്, തന്ന വെർട്ടിസസ് എന്ന് പറയുന്നത്, ഓക്കെ നമുക്ക് ആദ്യം അത് മനസ്സിലൊന്ന് ഓർത്ത് വയ്ക്കുക. വെർട്ടിസസ് നമുക്ക് ഗിവൺ തന്നിട്ടുള്ള വെർട്ടിസസ് 0 0 1 1 ആൻഡ് 1 -2 എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ എന്താ പറയുക പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ ആ പോയിന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ് വൈ, നമ്മൾ ആദ്യത്തെ പറയുന്നത് ഏത് കോർഡിനേറ്റിലാണ്, എക്സ് വൈ കോർഡിനേറ്റിലാണ്. ആ എക്സ് വൈ അതായത് ഇത് നമ്മൾ പറയുന്നത് ഇവിടെ എക്സ് വൈ പ്ലെയിൻ ആണ്. ഈ ഒരു എക്സ് വൈ പ്ലെയിനിൽ നമ്മൾ 0 0 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ആദ്യം വരച്ചു. ദെൻ 1 1 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ലേബൽ ചെയ്തു. ദെൻ 1 -2 എന്ന് പറയുന്ന പോയിന്റും ലേബൽ ചെയ്യാം. അതിനുശേഷം ആ ലൈൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ആ ഒരു റീജിയൻ, ഈ ഒരു ട്രയാങ്കിൾ റീജിയൻ ആയിരുന്നു നമ്മുടെ എന്ത് പറയണത്, എക്സ് വൈ പ്ലെയിനിലുള്ള റീജിയൻ എന്ന് പറഞ്ഞു. ഇനി എക്സ് വൈ പ്ലെയിനുള്ള റീജിയനെ നമ്മൾ എന്ത് വരയ്ക്കണം, അതായത് ഇപ്പം ഞാൻ യു വി എന്ന് പറയുന്ന ഒരു പ്ലെയിൻ എടുത്തിട്ട് ആ പ്ലെയിനിലോട്ട് നമ്മൾ വരയ്ക്കണം. ഓക്കെ, ഏത് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തിട്ട്, യു is equal to x മൈനസ് വൈ എന്ന് പറയുന്നതും വി is equal to 2x plus y എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചിട്ട് ഈ ഒരു റീജിയനെ നമ്മൾ എന്ത് ചെയ്യണം, യു വി പ്ലെയിനിൽ വരയ്ക്കണം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്തറിയണം, ഈ ഓരോ ലൈൻസിൻ്റെയും, അതായത് ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ അറിയണം, അതേമാതിരി തന്നെ ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ അറിയണം, അതുമാതിരി തന്നെ ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷനും നമുക്കറിയണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ലൈനിൻ്റെ ഇക്വേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ പോയിൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ 2 പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോയിൻറ്റ്സും കൊണ്ട് നമ്മൾ ആ ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കാം, +2 മാത്സ് അല്ല നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ അത് വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്യാണ്. ഇപ്പം നമുക്കിവിടെ എന്താണ് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ 0 0 1 1 ആണ്. സോ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ഏത് ലൈനാണ്, y is equal to x എന്ന് പറയുന്ന ഒരു ലൈനാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി അതേമാതിരി തന്നെ ഈ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിൽ നമ്മൾ ഒരു ലൈൻ എന്ന് പറയുന്നത് ഇതേമാതിരി ഫിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് അല്ലേ. എന്താണ്, എക്സ് ആക്സിസിന് നമ്മളിവിടെ ഫിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, x is equal to 1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. ഓക്കെ,
അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിൻ്റെ നമുക്ക് ഡയറക്റ്റ്ലി ഫിഗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് y is equal to x എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കായിരുന്നു. ഇതെന്ന് പറയുന്നത് ഫിഗർ നോക്കിയിട്ട് നമുക്ക് x is equal to 1 ആണെന്ന് പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കൂടി കണ്ടുപിടിക്കണം. സോ ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ പോയിന്റ്സാണ് നമ്മുടെ കയ്യിലുള്ളത്? 0 0 എന്ന് പറയുന്ന പോയിന്റും 1 -2 എന്ന് പറയുന്ന പോയിന്റുമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇങ്ങനെ രണ്ട് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായിരുന്നു ഉപയോഗിച്ചത്? x - x0 ഡിവൈഡഡ് ബൈ x1 minus x0 it is equal to y minus y0 divided by y1 minus y0 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ x0 which implies that ഇത് നമുക്ക് x0 y0 ഇവിടെ എന്ന് പറയുന്നത് ഇത് x1 ഇതെന്ന് പറയുന്നത് y1 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? x മൈനസ് x0 0 ഡിവൈഡഡ് ബൈ x1 എന്ന് പറയുന്നത് 1 അല്ലേ, 1 മൈനസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? y മൈനസ് y0 എന്ന് പറയുന്നത് 0 ഡിവൈഡഡ് ബൈ y1 എന്ന് പറയുന്നത് എന്തായിരുന്നു? -2 മൈനസ് 0 എന്ന് വരും അല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ വരിക, അതായത് x/1 ഈസ് ഈക്വൽ ടു y by -2 എന്ന് വരും, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതായത് y is equal to -2x എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, എന്താ കിട്ടുക? നമുക്ക് y is equal to -2x. അങ്ങനെയാണ് നമ്മൾ രണ്ട് പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് 3 ലൈൻസ്, അപ്പോൾ ആ 3 ലൈൻസിൻ്റെ ബൗണ്ടറി ആയിട്ടുള്ള, അതായത് നമ്മുടെ ഈ ഒരു ഗിവൺ ട്രയാങ്കുലർ റീജിയൻ്റെ ബൗണ്ടറി ആയിട്ടുള്ള ലൈൻസിൻ്റെ 3 ലൈൻസിൻ്റെയും നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ കണ്ടുപിടിച്ചു. സോ ആ 3 ലൈൻസിൻ്റെ ബൗണ്ടഡ് ചെയ്തിരിക്കുന്ന റീജിയനാണ് നമ്മുടെ ഗിവൺ ആയിട്ടുള്ള റീജിയൻ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് കിട്ടിയ ലൈൻസ് ഏതൊക്കെയാണ് ഉള്ളത്? y is equal to x എന്ന് പറയുന്നതും x is equal to 1 എന്ന് പറയുന്നത് y is equal to 2x എന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ലൈൻസിനെ ഇതിനെയൊക്കെ നമുക്ക് എന്തിലോട്ട് മാറ്റണം? യു വി പ്ലെയിനിലോട്ട് മാറ്റണം അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? അതായത് x എന്ന് പറയണേന് y എന്ന് പറയണേന് ഇൻ ടേംസ് ഓഫ് u ആൻഡ് v നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് x is equal to നമുക്ക് എന്തായിരുന്നു? 1/3 ഇൻറ്റു u പ്ലസ് വി എന്ന് പറയുന്നതും അതേമാതിരി തന്നെ y is equal to നമ്മൾ എന്താ എഴുതി വെച്ചിരുന്നത്? 1/3 ഇൻറ്റു വി മൈനസ് 2u എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റത്തെ കണ്ടീഷൻ എടുക്കുക, y is equal to x എന്ന് പറയുന്നത്. അപ്പോൾ y is equal to x എന്ന് പറയുന്ന കണ്ടീഷൻ എടുക്കുമ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ y എന്ന് പറയുന്നത് എന്തായിരുന്നു? 1/3 ഇൻറ്റു വി മൈനസ് 2u വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 1/3 ഇൻറ്റു u പ്ലസ് വി എന്ന് നമുക്ക് എഴുതാം. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് വരും? 1/3 വി മൈനസ് 2/3u ഈസ് ഈക്വൽ ടു 1/3 u പ്ലസ് 1/3 വി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 1/3 വിനി കൂടി ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ നമുക്ക് ഇതെന്ന് പറയുന്നത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് വരിക 1/3 പ്ലസ് 2/3 ഇൻറ്റു യു അല്ലേ. അതായത് 1/3 ഇൻറ്റു 1/3 യു പ്ലസ് 2/3 യു എന്ന് വരിക. അപ്പോൾ അതിൽ രണ്ടും യു കോമൺ ആയതുകൊണ്ട് അതിനെ പുറത്തേക്കാണ്, വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. സോ നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ 3/3 എന്ന് പറയുമ്പോൾ 1, സോ നമുക്ക് എന്ത് കിട്ടും? u is equal to 0 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? y is equal to x-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്ത് കിട്ടി നമുക്ക്? u is equal to 0 എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് x is equal to 1-ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് x is equal to എന്തായിരുന്നു? നമുക്ക് യുവിൻ്റെ വീൻ്റെ ടേംസിൽ 1/3 uv is equal to 1 ആയിരുന്നു. സോ അടുത്തൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താ കിട്ടിയത്? നമുക്ക് 1/3 ഇൻറ്റു u പ്ലസ് v is equal to 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതേമാതിരി നമുക്ക് എന്താണ്? y is equal to -2x. അത് ചെയ്യുമ്പോൾ നമുക്ക് y is equal to നമുക്ക് ഓൾറെഡി എന്താ അറിയാം? 1/3 ഇൻറ്റു v മൈനസ് 2u എന്നാണ് അറിയാം, വിച്ച് ഇസ് ഈക്വൽ ടു -2 ഇൻറ്റു എക്സിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്ത് വരും? 1/3 ഇൻറ്റു u പ്ലസ് വി എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? അതായത് 1/3 വി മൈനസ് 2/3 u ഈസ് ഈക്വൽ ടു -2/3 u മൈനസ് 2/3 വി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക്
ഈ സൈഡിൽ നമുക്ക് എന്തുണ്ട്, ഒരു -2/3 യും -2/3 യു കൂടിയും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി നമുക്ക് എന്തുണ്ടാവുക, 1/3v + 2/3v ഈസ് ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് v ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും അല്ലേ. അതായത് 1/3 + 2/3 വരുമ്പോൾ 3/3, സോ 1 × v എന്ന് വരും. സോ v ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പം നമുക്ക് 3 ഇക്വേഷൻ കിട്ടി. എന്താ കിട്ടിയത്, u ഈസ് ഈക്വൽ ടു 0 ആൻഡ് v ഈസ് ഈക്വൽ ടു 0. ഇതിനെ ഞാൻ ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ഈ 3നെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, u + v ഈസ് ഈക്വൽ ടു 3 എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മുടെ ഗിവൺ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് 3 ഇക്വേഷൻ കിട്ടി. u ഈസ് ഈക്വൽ ടു 0, v ഈസ് ഈക്വൽ ടു 0 ആൻഡ് u + v ഈസ് ഈക്വൽ ടു 3 എന്ന് പറയും. ഓക്കെ, അപ്പം എന്താ ഇതുവരെ ചെയ്തതെന്ന് മാത്രം ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് പറഞ്ഞു തരാം. നമുക്ക് ഒരു റീജിയൻ, അതായത് ഒരു റീജിയൻ തന്നു, നമ്മൾ ആ റീജിയൻ സ്കെച്ച് ചെയ്തു, ആ പോകുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്തിട്ട് ഒരു എന്താ പറയുക ട്രയാങ്കിൾ റീജിയൻ സ്കെച്ച് ചെയ്തു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഓരോ ബൗണ്ടറിയുടെയും ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മൾ ആ ഇക്വേഷൻസിനൊക്കെ, ആ ഇക്വേഷൻസ് എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈൻ്റെയും ടേംസിലായിരുന്നു. നമ്മൾ അതിനെ ഈ ഒരു കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ട് ഇതിനെ യുവിൻ്റെയും വിൻ്റെയും ടേംസിലുള്ള ഇക്വേഷൻ ആക്കിയിട്ട് മാറ്റണമായിരുന്നു. അപ്പം നമ്മൾ എന്താ ചെയ്തത്, ആദ്യം y ഈസ് ഈക്വൽ ടു എക്സ്, അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി, x ഈസ് ഈക്വൽ ടു 1. അതായത് ഈ എക്സിനും വൈനൊക്കെ ഇവിടെ ഇൻ ടേംസ് ഓഫ് യു ആൻഡ് വിയിലുള്ള അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സോൾവ് ചെയ്തു. അങ്ങനെ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് 3 ഇക്വേഷൻ കിട്ടി. ഏതൊക്കെ ഇക്വേഷൻ, u ഈസ് ഈക്വൽ ടു 0യും v ഈസ് ഈക്വൽ ടു 0യും u + v ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന 3 ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യാണ്, ഗ്രാഫ് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്, യു വി പ്ലെയിൻ എന്ന് പറയുന്നത് വരച്ചു. യു വി പ്ലെയിൻ ആയിരുന്നു ഇത്. ഇപ്പം u ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ ഏതായിരുന്നു, ഈ ഒരു ലൈനായിരുന്നു u ഈസ് ഈക്വൽ ടു 0. ആൻഡ് v ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ ഏതായിരുന്നു, ഈ ഒരു ലൈനായിരുന്നു. ഇനി നമുക്ക് u + v ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന ലൈന് വരയ്ക്കണം. സോ നമ്മൾ യുവും വിയും അല്ലേ, യുവിന് നമ്മൾ 0 കൊടുക്കുമ്പോൾ നമ്മുടെ വിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും, 3 വരും അല്ലേ. അതേമാതിരി തന്നെ നമുക്ക് വിക്ക് 0 കൊടുക്കുമ്പോൾ നമുക്ക് യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും, 3 വരും. അപ്പം നമുക്ക് ആദ്യം 0, 3 എന്ന് പറയുന്ന പോയിന്റ് ഏതായിരുന്നു, ഈ ഒരു പോയിന്റ് ആയിരുന്നു. അതിൻ്റെ 3, 0 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആയിരിക്കും വരിക. ആ 2 പോയിന്റ്സ് കൂടി ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഒരു ലൈൻസ് വരഞ്ഞു. അപ്പോൾ അതായിരുന്നു നമുക്ക് എന്ത് കിട്ടും, u + v ഈസ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന ലൈൻ. അപ്പോൾ ഈ ഒരു ഏരിയ, ഈ 3 ലൈൻസ് കൂടി ബൗണ്ട് ചെയ്തിരിക്കുന്ന ഏരിയ ആയിരുന്നു നമ്മുടെ ട്രാൻസ്ഫോംഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നത്. ഒന്നുകൂടി മനസ്സിലാവാത്തവർ മാത്രം ഒന്നുകൂടി ശ്രദ്ധിക്കുക. നമുക്ക് എന്താ പറയുക, ഒരു ട്രയാങ്കുലർ റീജിയൻ, അത് നമ്മുടെ കയ്യിൽ ഒരു ട്രയാങ്കുലർ റീജിയൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് 3 വെർട്ടീസസ് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നു. ആ 3 വെർട്ടീസസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു ഗ്രാഫ് വരഞ്ഞു. അതിനുശേഷം നമ്മൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ, ഈ ലൈനിൻ്റെ ഇക്വേഷൻ, ഈ ലൈനിൻ്റെ ഇക്വേഷൻ എഴുതി. ഓക്കെ, ഇനി നമുക്ക് u ഈസ് ഈക്വൽ ടു ദിസ് ട്രാൻസ്ഫോർമേഷനും v ഈസ് ഈക്വൽ ടു ദിസ് ട്രാൻസ്ഫോർമേഷനും ഉപയോഗിച്ചിട്ട് നമ്മളിതിനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് റീജിയൻ കിട്ടുന്നതെന്നായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പ്രോബ്ലത്തിൻ്റെ തുടക്കത്തിൽ എക്സിനെയും വൈനെയും ഇൻ ടേംസ് ഓഫ് u ആൻഡ് v ആക്കി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ എഴുതിയില്ലേ, ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈൻ്റെയും ടേംസിലായിരുന്നു. ആ എക്സിന് യുവിൻ്റെയും വിൻ്റെയും ടേംസിലുള്ള x ഈസ് ഈക്വൽ ടു 1/3 u + v എന്ന് കിട്ടിയിരുന്നു. അതെന്ന് പറയുന്നത് നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, വൈൻ്റെ സ്ഥാനത്ത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് അതിൽ നിന്നൊരു ഇക്വേഷൻ കിട്ടും. പിന്നെ ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എടുക്കുക, അതിൽ നമ്മൾ അതേമാതിരിയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, അപ്പം നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഇതിനും അതേമാതിരി ചെയ്യാം. അപ്പം അങ്ങനെ കിട്ടുമ്പോൾ കിട്ടുന്ന ലൈൻസിനെ പിന്നെ നമ്മൾ ഡ്രോ ചെയ്ത് ഫിഗർ വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഫിഗർ വരയ്ക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ എന്താ പറയുക, റീജിയൻസ് ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള റീജിയൻസ് വരഞ്ഞ് നമുക്ക് ഇൻ്റഗ്രേഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നന്നായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ.